CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് 72 വയസ്സുള്ള അദ്ദേഹത്തിന്റെ അന്ത്യം. തെരുവു വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന് ആരോപണം. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിളിനു കീഴിൽ ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനവും വിൽപ്പനയും തടയുന്നതിനായി നടപടികളാകുന്നു. കുന്നംകുളം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ കമ്മിറ്റി യോഗത്തിലാണ് വിവിധ വകുപ്പുകൾ സംയുക്തമായി പ്രവർത്തിക്കാൻ തീരുമാനമായത്. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന CISCE കേരള റീജിയണൽ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. കുന്നംകുളം MLA AC മൊയ്തീൻ അത്ലറ്റിക് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പുന്നീർകുളത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. മരത്തംകോട് ഗൃഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു. കരുവാൻ വീട്ടിൽ വേലായുധന്റെ മകൻ 49 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. എളവള്ളിയിൽ നീഹാരം ബഡ് സ്കൂൾ ആരംഭിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ ആദ്യമായി എളവള്ളി പഞ്ചായത്തിലാണ് ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ബഡ് സ്കൂളിന്റെ ഉദ്ഘാടനവും കുട്ടികൾക്ക് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പഠനോപകരണ കിറ്റുകളുടെ വിതരണവും K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ സംഘടിപ്പിച്ചു വരാറുള്ള ഓണത്തല്ല് അഥവാ കയ്യാങ്കളി വയനാട് ദുരന്തത്തെ തുടർന്നും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നും ഇത്തവണ നടത്തുന്നില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് അഡ്വക്കേറ്റ് PV നിവാസ്. ജനപ്രതിനിധിയായതിന്റെ 14ാം വർഷത്തിലും പതിവ് തെറ്റിക്കാതെ തന്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ആശാവർക്കർക്കുമാണ് നിവാസ് ഓണക്കോടി സമ്മാനിച്ചത്. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് താമരക്കണ്ണൻ. ഗുരുവായൂരിലെ വ്യാപാരിയായ അനിൽ പ്രേമന്റെ വക വഴിപാടായാണ് 24 അടി നീളവും 15 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. എളവള്ളി പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എളവള്ളി ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്സ് സെന്റർ മാക്കിന്റെ നേതൃത്വത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. വയനാടിനു കൈത്താങ്ങായി കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 14,27,430 രൂപ കൈമാറി. കർണാടകയിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീമിലേക്ക് MJ മുഹമ്മദ് ഹാദി തിരഞ്ഞെടുക്കപ്പെട്ടു. പന്നിത്തടം കോൺകോഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയും വെഫ കേരള ഫുട്ബോൾ അക്കാദമിയിലെ താരവുമാണ്. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല അത്ലറ്റിക് മത്സരത്തിൽ അണ്ടർ 17 വിഭാഗത്തിൽ 1500 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനം നേടിയ വെള്ളറ്റഞ്ഞൂർ സ്വദേശി ആദർശിനെ യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. മലർവാടി ടീൻ ഇന്ത്യ ആന്റി ലിറ്ററിംഗ് ആൻഡ് ക്ലീനപ്പ് ഡ്രൈവ് ക്യാമ്പയിന് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിൽ തുടക്കമായി. കടവല്ലൂർ വടക്കുമുറിയിൽ സെപ്റ്റംബർ 20 നടക്കുന്ന SKSSF തൃശൂർ ജില്ലാ മദീന പാഷന്റെ ഭാഗമായുള്ള പ്രചരണ ക്യാമ്പയിന് തുടക്കമായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.